ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചയിലെ ദൈവം നമ്മളോട് സംസാരിച്ച വചനങ്ങൾ ഒരു അനുഗ്രഹമായിരുന്നു എന്ന് തോന്നുന്നവരൊക്കെ കൈകൾ പൊക്കാമോ? അനുഗ്രഹമാകാനേ പറ്റുകയുള്ളൂ. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. ഹല്ലേലൂയ. ആത്മാവും ജീവനും എപ്പോഴും അനുഗ്രഹം മാത്രമേ അറിയുള്ളൂ. ഹല്ലേലൂയ. അപ്പം നമുക്ക് കഴിഞ്ഞ ആഴ്ചയിലെ ആ വചനത്തിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് ഒന്ന് രണ്ട് വചനങ്ങൾ നമ്മൾ ഒന്നും കൂടെ വായിച്ചിട്ട് നമുക്ക് അതിൻ്റെ ആ വചനങ്ങളിലൂടെ കേട്ടിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. കഴിഞ്ഞ ആഴ്ചയിൽ ആദ്യം തന്നെ കേട്ട വചനം സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായം 6-7 വചനങ്ങളാണ്. ഇതെപ്പോഴും നമ്മൾ മനസ്സിലാക്കി ഓർത്തിരിക്കേണ്ട വചനങ്ങളാണ്. പലപ്പോഴും നമ്മൾ നമ്മുടെ സ്വന്തം കഴിവിലാണ് ഈ ലോകത്തിലെ ജീവിതം നയിക്കുവാൻ നോക്കുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് എന്താണ്? സൈന്യബലത്താലല്ല, ഖരബലത്താലല്ല, എൻ്റെ ആത്മാവിനാലാണ് എന്ന് സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു. ഓ ഹല്ലേലൂയ. നമുക്കൊന്ന് വായിച്ചു കേൾക്കാതെ. അവൻ എന്നോട് പറഞ്ഞു, കർത്താവ് സെറുബാബേലിനോട് അരുളി ചെയ്യുന്നു, സൈന്യബലത്താലല്ല കരബലത്താലുമല്ല, എന്റെ ആത്മാവിനാലാണ് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. മഹാപർവ്വതമേ നീ എന്താണ്? സെറുബാബേലിന്റെ മുമ്പിൽ നീ സമതലമാകും. തലമാകും. അവസാനത്തെ കല്ല് വെച്ച് കഴിയുമ്പോൾ ജനം എത്ര മനോഹരം എന്ന് ആർപ്പ് വിളിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ വചനം എന്ത് ശക്തിയുള്ളതാണ്, ദൈവത്തിന്റെ ആത്മാവ് എന്ത് ശക്തിയുള്ളതാണ്. നമ്മൾക്കൊക്കെ അറിയാം, ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ ഒരു വാക്കിനാലാണ്. ലെറ്റ് ദെയർ ബി ലൈറ്റ്, വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞപ്പോൾ അവിടെ വെളിച്ചമുണ്ടായി. The word is powerful. The word of God is powerful. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം, മത്തായിയുടെ സുവിശേഷം 8-ാമത്തെ അധ്യായം 8-ാമത്തെ വചനത്തിൽ ഒരു ശതാധിപന്റെ ഒരു ഭൃത്യന് അസുഖമായിരുന്നു. അയാൾ എന്ത് പറഞ്ഞു? Lord, I am not worthy that thou should come under my roof, but only say the word and my servant shall be healed. നമുക്ക് വേണ്ടത് ഒരു വചനമാണ്. ദൈവത്തിൽ നിന്ന് നമുക്ക് ആവശ്യം എന്താണ്? ഒരു വചനം. ഹല്ലേലൂയ എന്ന് വായിക്കുക സിസ്റ്റർ. മത്തായി 8:8. അപ്പോൾ ശതാധിപൻ പ്രതിവചിച്ചു, കർത്താവേ, നീ എന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ഭൃത്യൻ സുഖപ്പെടും. പ്രിയപ്പെട്ടവർ, ഇന്ന് നിങ്ങൾ ഏത് സെറുബാബേലിന് മുമ്പിലിരുന്ന ഏത് പർവ്വതമാണ്, അങ്ങനത്തെ പർവ്വതം നിങ്ങളുടെ ജീവിതത്തിന് മുമ്പിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? ഒരു വചനം. ദൈവത്തിൽ നിന്ന് ഒരു വചനം മതി പ്രിയപ്പെട്ടവരെ. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും, അവിടെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഓ മഹാപർവ്വതമേ, സെറുബാബേലിന് മുമ്പിൽ നീ എന്താണ്? അതുപോലെ തന്നെ നിങ്ങളെ നേരിടുന്ന ഏത് മല, ഏത് പർവ്വതമായാലും നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് ആവശ്യം ഒരു വചനം മാത്രമാണ്. ഒരു ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. നിങ്ങൾ സന്തോഷിക്കേണ്ടതാണ്. നമ്മൾക്ക് ദൈവത്തിൻ്റെ സ്വന്തം ജനത്തിന് ആവശ്യമുള്ളത് ദൈവത്തിൻ്റെ ഒരു വചനം മാത്രമാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ആ വചനത്തിൻ്റെ ഉള്ളിൽ ശക്തിയുള്ളതാണ്. ആ ഹല്ലേലൂയ. ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം ഉണ്ടാക്കുവാൻ ശക്തിയുള്ളൊരു വചനമാണ്. ഹല്ലേലൂയ. He can make everything out of nothing. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രയാസപ്പെടുന്ന, നിങ്ങളുടെ അവസ്ഥ എന്താണെങ്കിൽ, നിരാശയുടെ അവസ്ഥയാണെങ്കിലും അവിടെ നിങ്ങൾക്കൊരു വിടുതൽ തരാൻ കഴിവുള്ള ദൈവമാണ്, ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം 14-ാമത്തെ വചനത്തിൽ നമുക്കറിയാം വലിയൊരു സത്യം. യേശുക്രിസ്തു പരസ്യ ജീവിതത്തിന് മുമ്പ് ദൈവത്തെ ആത്മാവിനാൽ നിറയപ്പെട്ട, he was filled with the Holy Spirit എന്ന് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ഇന്ന് ആവശ്യം എന്താണ്? ഒരു ആത്മാവിന്റെ നിറവാണ്. കാരണം അത് നമ്മളെ ദൈവത്തിന്റെ ശക്തിയാൽ നിറയ്ക്കും. ഒന്ന് വായിച്ചേ, ലൂക്ക 4:14. യേശു ആത്മാവിന്റെ ശക്തിയോടുകൂടി ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. ഹല്ലേലൂയ. അപ്പോൾ യേശുക്രിസ്തുവിന് പരസ്യ ജീവിതത്തിൽ എന്ത് ആവശ്യമുണ്ടായിരുന്നു? ആത്മാവിന്റെ ശക്തി ആവശ്യമുണ്ടായിരുന്നു. He was the son of God, he was the son of man. പക്ഷേ യേശു ക്രിസ്തുവിനും ആത്മാവിൻ്റെ നിറവ് ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിലും നമ്മൾക്ക് ദൈവത്തിൻ്റെ ആ വചനത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്താണ് ആവശ്യം? ആത്മാവിൻ്റെ ഒരു നിറവ് വേണം, ആത്മാവിൻ്റെ ശക്തി വേണം. പിന്നെ ലൂക്കായുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം 40-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, അങ്ങനെ ആത്മാവിൻ്റെ നിറവിൽ യേശുക്രിസ്തു പരസ്യ ജീവിതം തുടങ്ങിയപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്. യേശുക്രിസ്തു അതിനെ നമ്മളോട് പറയുന്നുണ്ട്, ഞാൻ ചെയ്ത പ്രവൃത്തികളെല്ലാം നിങ്ങൾ ചെയ്യും, അല്ല അതിനേക്കാൾ വലിയ പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യുമെന്ന്. യേശുക്രിസ്തു എന്താണ് ചെയ്തത്? 40-ാമത്തെ വചനം ഒന്ന് വായിക്കുക. ലൂക്ക 4. വൈകുന്നേരമായപ്പോൾ വിവിധ രോഗങ്ങളാൽ കഷ്ടപ്പെട്ടിരുന്നവരെയെല്ലാം അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. ഓരോരുത്തരുടെ മേൽ കൈവച്ച്. ആരോരുത്തരുടെ മേല്? ഓരോരുത്തരുടെ. ചില വ്യക്തികളുടെ മേലാണോ? അല്ല, ഓരോരുത്തരും. വചനം ഇംഗ്ലീഷിൽ പറയുന്ന he laid his hands on all.
ബാക്കി ഓരോരുത്തരുടെ മേൽ കൈവച്ച് അവൻ അവരെ സുഖപ്പെടുത്തി. എന്തുകൊണ്ടാണ് സുഖപ്പെടുത്താൻ പറ്റിയത്? അവൻ ആത്മാവിന്റെ നിറവിലായിരുന്നു. ഇന്ന് പ്രിയപ്പെട്ട നമ്മൾക്കും വേണ്ടത് ഒരു പരിശുദ്ധാത്മാവിന്റെ നിറവാണ്. കാരണം നമുക്കറിയാം ലൂക്കായുടെ സുവിശേഷം 5-17 പിന്നെയും പറയുന്നുണ്ട്. ഒന്ന് വായിക്കാവോ? ഒരു ദിവസം യേശു പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗലീലിയയിലെ എല്ലാ ഗ്രാമങ്ങളിൽ നിന്ന്, യൂദയായിൽ നിന്നും ജെറൂസലമിൽ നിന്നും ഫരീസിയരും നിയമ അധ്യാപകരും അവിടെ വന്നുകൂടി. രോഗികളെ സുഖപ്പെടുത്താൻ കർത്താവിന്റെ ശക്തി അവനിൽ ഉണ്ടായിരുന്നു. അവിടെ പറയുന്നത് മനുഷ്യപുത്രൻ, ദൈവപുത്രന്റെ കൂടെ ഒരു വിശേഷം ഉണ്ടായിരുന്നു. രോഗികളെ സൗഖ്യപ്പെടുത്തുവാൻ ദൈവത്തിന്റെ ശക്തി അവനിൽ ഉണ്ടായിരുന്നു. വായിക്കുക ലാസ്റ്റ് പാർട്ട്. രോഗികളെ സുഖപ്പെടുത്താൻ കർത്താവിന്റെ ശക്തി അവനിൽ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവ്, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നമ്മളിൽ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്ക് ഒരു വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കാൻ പറ്റുകയുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് പാപത്തിന്റെ മുകളിൽ ആധിപത്യം എടുക്കുവാൻ പറ്റുകയുള്ളൂ. നമ്മളുടെ കഴിവിനാലോ നമ്മളുടെ ഒരു തീരുമാനം, ഒരു വിൽ പവറിന്റെ ഉള്ളിൽ നമ്മൾക്ക് ഒരിക്കലും പാപത്തിന്റെ മുകളിൽ ആധിപത്യം എടുക്കുവാൻ പറ്റുകയില്ല. സാത്താന്റെ നമ്മളിൽ വരുന്ന എല്ലാ സാത്താന്റെ ശക്തികളുടെ മുകളിലും നമുക്ക് ആധിപത്യം എടുക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു നിറവ് നമ്മളിൽ ഉണ്ടാകണം. there must be the presence of God in our lives. പിന്നെ നമുക്കറിയാം ലൂക്കായുടെ സുവിശേഷം 6-19 അവിടെ ഒന്ന് വായിക്കാമോ? ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കാൻ അവസരം പാർത്തിരുന്നു. എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. ശക്തി പുറപ്പെടുന്നു. So it is the presence of God in his life that healed, that delivered. ഇത് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യുവാൻ പറ്റുകയില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ ദൈവത്തിന്റെ നിറവ് നമ്മൾക്ക് ആവശ്യമാണ്. ദ പ്രസൻസ്, ആത്മാവിന്റെ ആ ഒരു സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ വളരെ വളരെ ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് വിജയം കിട്ടുകയുള്ളൂ. പിന്നെ നമുക്കറിയാം ദൈവത്തിന്റെ വചനം പിന്നെയും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, യേശു ക്രിസ്തു ഈ ലോകത്തിൽ പരസ്യ ജീവിത കാലത്ത് ഇവിടെ യേശുവിന് ഒരു വിടുതൽ കൊടുക്കുവാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഒരു സൗഖ്യം കൊടുക്കുവാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം എന്തുകൊണ്ടാണ്? ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി അവനിൽ ഉണ്ടായിരുന്നു. നമുക്കറിയാം മാർക്കോസിന്റെ സുവിശേഷം 6-5 പിന്നെ വായിക്കാം. ഒന്ന് വായിച്ചേ. മാർക്കോസ് 6:5. ഏതാനും രോഗികളുടെ മേൽ കൈവച്ച് സുഖപ്പെടുത്തുവാനല്ലാതെ മറ്റ് അത്ഭുതമൊന്നും അവിടെ ചെയ്യാൻ അവന് സാധിച്ചില്ല. അവിടെ ഒന്നുകൂടെ വായിക്കും, ശ്രദ്ധിച്ച് കേൾക്കണം. ഏതാനും രോഗികളുടെ മേൽ കൈകൾ വെച്ച് സുഖപ്പെടുത്തുവാനല്ലാതെ മറ്റ് അത്ഭുതമൊന്നും അവിടെ ചെയ്യാൻ അവന് സാധിച്ചില്ല. അത്ഭുതങ്ങളൊന്നും അവന് അവിടെ ചെയ്യുവാൻ സാധിച്ചില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ ആത്മാവ് എവിടെയാണ് പ്രവർത്തിക്കുക? വിശ്വാസം. Hallelujah. The spirit of the living God works in an environment of faith. ഒരു വിശ്വാസത്തിന്റെ സാഹചര്യത്തിലോ വിശ്വാസത്തിന്റെ അവസ്ഥയിൽ, ഇൻ എൻ എൻവയറൺമെന്റ് ഓഫ് ഫെയ്ത്ത്, അവിടെ മാത്രമേ ദൈവത്തിൻ്റെ ആത്മാവിന് പ്രവർത്തിക്കുവാൻ പറ്റുകയുള്ളൂ. കാരണം നമുക്കറിയാം ആ പവർ നമ്മളിലുണ്ട്. പക്ഷെ ആ പവർ, ആ പ്രവൃത്തിയിലോട്ട് വരുവാനായിട്ട് ദൈവത്തിൻ്റെ നമ്മൾ വിശ്വാസം ഉണ്ടാകണം. കാരണം നമുക്കറിയാം വളരെ വ്യക്തമായിട്ട് എഫിഷ്യൻസ് 3-20 പറയുന്നുണ്ട്, നമ്മളിൽ ഓരോരുത്തരും ദൈവം ഒരു ശക്തി നമ്മൾക്ക് തരുന്നുണ്ട്, അല്ലെങ്കിൽ ആ ശക്തിയിൽ പ്രവർത്തിക്കുവാനുള്ള കഴിവ് നമ്മൾക്ക് തരുന്നുണ്ട്. പക്ഷേ ആ കഴിവ് നമ്മൾ ഒരു പ്രായോഗികമായിട്ട് ഒരു ഫലത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വിശ്വാസത്തിലൂടെ മാത്രമേ പറ്റുകയുള്ളൂ. ഒന്ന് വായിക്കും പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും പ്രയാസമോ ബുദ്ധിമുട്ടോ കൂടെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രത്യാശ ദൈവത്തിൻ്റെ വചനത്തിലാണ്. പ്രത്യേകിച്ച് ഈ വചനം നിങ്ങൾ വായിക്കണം. ഈ വചനം ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ആ വാഗ്ദാനത്തിൽ നമ്മൾ മുറുകെ പിടിക്കണം. എഫിഷ്യൻസ് 3-20 ഒന്ന് വായിക്കാമോ? നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ. കേട്ടോ, ഇതൊരു ശക്തിയാണ് പ്രിയപ്പെട്ടവരെ. ഇറ്റ് ഈസ് ദ പവർ ഓഫ് ഗോഡ്. ഇറ്റ് ഈസ് ദ പവർ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞേ. പവർ ഓഫ് ഗോഡ്. അത് ആരിലാണ് പ്രവർത്തിക്കുന്നത്? നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് അവൈലബിൾ ഫോർ എവ്രി വൺ. അത് എല്ലാവർക്കും അത് അവൈലബിൾ ആണ്. എന്താ അവൈലബിൾ എന്ന് പറയുന്നത്? എല്ലാവർക്കും അത് സമീപസ്ഥമാണ്. എല്ലാവർക്കും ഇറ്റ് ഈസ് അവൈലബിൾ. ഒന്ന് കൂടെ വായിച്ചേ. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ. ഒന്ന് പറഞ്ഞേ വളരെ കൂടുതൽ. ഒന്ന് പറഞ്ഞേ വളരെ കൂടുതൽ. വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന. ഒന്ന് പറഞ്ഞേ കഴിയുന്ന. ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും
തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. അപ്പോൾ ഈ ദൈവത്തിന്റെ ഈ ശക്തി നമ്മുടെ ജീവിതത്തിൽ ഏതാണ്? വിശ്വാസത്തിന്റെ ഒരു അന്തരീക്ഷത്തിൽ, വിശ്വാസത്തിന്റെ അന്തരീക്ഷത്തിൽ മാത്രമേ ഈ ശക്തിക്ക് പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് യേശുക്രിസ്തുവും അവിടെ പറയുന്നുണ്ട്, ഹി ലേഡ് ഹാൻഡ്സ് ഓൺ എ ഫ്യൂ ആൻഡ് ഹി കുഡ് നോട്ട് ഡു മെനി മിറക്കിൾസ് എന്നാണ് പറയുന്നത്. കാരണം എന്തായിരുന്നു? അവിടെ വിശ്വാസത്തിന്റെ അന്തരീക്ഷം ഇല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ജീവിതം നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ ആ വചനത്തിലൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ, പഠിക്കുകയാണെങ്കിൽ, ആ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ വിശ്വാസത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ വേണം നമ്മൾ ജീവിക്കുവാൻ, നമ്മൾ നമ്മുടെ ക്രിസ്ത്യ ജീവിതം നയിക്കുവാനായിട്ട്. കാരണം നമ്മളറിയാം, യേശുക്രിസ്തു ദൈവം പ്രവർത്തിക്കുന്നത് ഒരു ആത്മീയ തലത്തിലാണ്. ഗോഡ് ഓപ്പറേറ്റ്സ് ഇൻ എ സ്പിരിച്വൽ റെൽം. ഒരു ആത്മീയ തലത്തിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം, നമുക്ക് എത്ര സെൻസസ് ഉണ്ട്? ഈ സെൻസസ് 5 അതെന്താ സെൻസസിന് പറയുന്നത്? ഇന്ദ്രിയങ്ങൾ. നമുക്ക് 5 ഇന്ദ്രിയങ്ങളുണ്ട്. എന്തൊക്കെയാണ്? 1 കാഴ്ച, കേൾവി, രുചി, മണം, സ്പർശനം, തൊടുക, അല്ലേ? പക്ഷെ ഒരു ഇന്ദ്രിയം കൂടെ ഉണ്ട്. there is one more sense. അതെന്താണ്? That is a 6th sense. Yes, that is a 6th sense. എന്താണത്? That is a faith. വിശ്വാസത്തിന്റെ ഒരു സെൻസ്. You can sense it. You can sense the presence of God. You can sense it even though it is not at hand. You can sense that my God is working. Then you have to get into the spiritual realm. മറ്റൊന്ന് 4, 5 എന്തിലാണ്? Is in the worldly realm. നമുക്ക് ലൗകിക മേഖലയിലാണ് മറ്റ് 5 സെൻസും. ഹല്ലേലൂയ. മറ്റ് 5 എന്ന് പറയുമ്പോൾ സിസ്റ്റർ ഇന്ദ്രിയം എന്ന് പറഞ്ഞാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, but the 6th sense, the faith sense is in the spiritual realm where God operates. ദൈവം പ്രവർത്തിക്കുന്നത് is in the 6th sense. ഓ ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ഹല്ലേലൂയ, കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. ചിലർ പറയും ഞാൻ തൊട്ടാലേ വിശ്വസിക്കുള്ളൂ, ചിലർ ഞാൻ കണ്ടാലേ വിശ്വസിക്കുള്ളൂ, ചിലർ ഞാൻ മണത്താലേ വിശ്വസിക്കുള്ളൂ. ഹല്ലേലൂയ. ചിലർ ഞാൻ കേട്ടാലേ വിശ്വസിക്കൂ. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു he is operating in the spiritual realm, in the faith realm. അതുകൊണ്ടാണ് ദൈവം പറയുന്നത് കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. Who operates in the faith realm, he is blessed. He is blessed. Hallelujah. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ആ 6th sense is the power of God, which നമുക്കറിയാം അവിടെ ഉണ്ട്, അല്ലേ? ഇലക്ട്രിസിറ്റി നമുക്ക് കാണാൻ പറ്റുമോ? Hallelujah. പക്ഷെ ഉണ്ടെന്നറിയാമല്ലേ? കാരണം എന്താ? അതിൻ്റെ പ്രവൃത്തി, the works you can understand. It manifests itself either in light or in some energy being released, അല്ലേ? So you cannot see it, but you know it is there. Similarly in the faith realm, you know it's there. The power of God, ദൈവത്തിൻ്റെ ശക്തി അവിടെ ഉണ്ടെന്നറിയാം. അത് നമ്മൾ വിശ്വാസത്താൽ അത് പ്രാപിക്കണം. That is the 6th sense. ആർക്കൊക്കെ 6th sense വേണം? ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആ 6th സെൻസ് ആണ് ദാറ്റ് റിലീസസ് ദ പവർ ഓഫ് ഗോഡ്. ആ ആത്മാവിൻ്റെ ആ ശക്തി എന്താണ് റിലീസ് ചെയ്യുന്നത്? നേരത്തെ നമ്മൾ വായിച്ചു കേട്ടല്ലോ. എന്താണ് റിലീസ് ചെയ്യുന്നത്? ഇസ് എ ഫെയ്ത്ത് എൻവയറമെന്റ്, ഇസ് ദി അറ്റ്മോസ്ഫിയർ ഓഫ് ഫെയ്ത്ത് ആണ് ആ ശക്തിയെ റിലീസ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഒന്ന് റോമാക്കാരുടെ ലേഖനത്തിൽ, ഹല്ലേലൂയ, 1-ാമത്തെ അധ്യായം 17-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, 16 പറയുന്നുണ്ട്, I am not ashamed of the gospel of Christ because it is the power of God unto salvation for those who believe, for the Jew first and then for the Greek. പിന്നെ 17 പറയുന്നുണ്ട്, അതൊന്ന് വായിക്കാം സിസ്റ്റർ. 17 അതിനെക്കുറിച്ചുള്ള വിശേഷം പറയുന്നുണ്ട്. For in it, ഞാൻ അതിൽ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു. നീതിമാൻ വിശ്വാസം വഴി ജീവിക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അവിടെ പറയുന്നുണ്ട്, റോമൻസ് 1:17 പറയുന്നുണ്ട്, for in it, എന്നിട്ട് എന്താണ്? In the gospel is the righteousness of God is revealed from faith to faith, as it is written, the just shall live by faith. അപ്പോൾ ആ ദൈവത്തിന്റെ വചനം എന്താണ്? is full of the righteousness of Jesus Christ. So it reveals the righteousness of Jesus Christ. പിന്നെ നമ്മൾ മനസ്സിലാക്കണം, ആ righteousness of Jesus Christ is released by faith, by in the word, by reading the word, by digesting the word, by meditating on the word, by believing in the word and acting upon the word. അപ്പോൾ ദൈവത്തിൻ്റെ ആ ശക്തി റിലീസ് ചെയ്യും. കാരണം ഞാൻ മനസ്സിലാക്കേണ്ട ഒരു സത്യം ഇതാണ്,
faith releases the power of God. Faith releases the power of God. ഒന്ന് പറഞ്ഞേ, faith releases the power of God. നമുക്കൊന്നറിയാം, വചനം നോക്കുകയാണെങ്കിൽ ലൂക്കായുടെ സുവിശേഷം 8-ാമത്തെ അധ്യായം 43 മുതൽ 48 വരെ വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ ഒരു രക്തസ്രാവ സ്ത്രീ, there is a woman with a issue of blood. ആ സ്ത്രീയെ കുറിച്ച് നമ്മളെല്ലാവരും വായിച്ച് കേട്ട് മനസ്സിലാക്കിയതാണ്. 1-2 വചനങ്ങൾ മാത്രം വായിക്കാം. 46-ാമത്തെ വചനം ഒന്ന് വായിക്കാമോ? കാരണം ആ സ്ത്രീ എങ്ങനെയാണ് യേശുക്രിസ്തുവിനെ സമീപിച്ചപ്പോൾ ആ സ്ത്രീ മനസ്സിൽ ഒരു തീരുമാനമെടുത്തു. ഇഫ് ഐ മൈറ്റ് ഓൺലി ടച്ച് ദ ഹെം ഓഫ് ഹിസ് ഗാർമെന്റ് ഐ വിൽ ബി ഹീൽഡ്. അവൻ്റെ ആ വസ്ത്രത്തെ ഞാനൊന്ന് സ്പർശിച്ചാൽ മതി, എനിക്ക് സൗഖ്യം കിട്ടും എന്ന് അവിടെ വിശ്വാസമുണ്ടായിരുന്നു. അപ്പോൾ ആ സ്ത്രീ എവിടെയായിരുന്നു? ഷി വാസ് ഇൻ എ എൻവയറമെന്റ് ഓഫ് ഫെയ്ത്ത്. ഷി വാസ് ഇൻ ഒരു വിശ്വാസത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിലായിരുന്നു ആ സ്ത്രീ യേശുക്രിസ്തുവിനെ കാണുവാൻ ചെന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ വചനം വായിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ നിങ്ങൾ സമീപിക്കുമ്പോൾ എങ്ങനെയാണ് സമീപിക്കേണ്ടത്? ആ രക്തസ്രാവ സ്ത്രീയെ പോലെ ഇൻ എൻ എൻവയറമെന്റ് ഓഫ് ഫെയ്ത്ത്, ഒരു വിശ്വാസത്തിന്റെ അന്തരീക്ഷത്തിൽ വേണം നിങ്ങൾ ദൈവത്തിന്റെ വചനം വായിക്കുവാനായിട്ട്. ഒന്ന് വായിച്ചേ. യേശു പറഞ്ഞു, ആരോ എന്നെ സ്പർശിച്ചു. ആരോ എന്നെ സ്പർശിച്ചു. അതെങ്ങനെയാണ് യേശുക്രിസ്തു മനസ്സിലാക്കിയത്? എന്നിൽ നിന്ന് ശക്തി നിർഗമിച്ചിരിക്കുന്നു. എന്നിൽ നിന്ന് ശക്തി നിർഗമിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. So he could perceive the power of God flowing out from him. Hallelujah. മനസ്സിലാവുന്നുണ്ട് പ്രിയപ്പെട്ടവരെ? It is the power of God that brings about healing. It is the power of God that brings about deliverance. It is the power of God that brings about the restoration in your life. അപ്പോൾ മനസ്സിലാക്കണം, യേശുക്രിസ്തുവിനെ he said, I perceive that power has flown out of me എന്നാ പറയുന്നത്. Who touched me? പലവരും തൊട്ട് കാണും. അവിടെ ഭയങ്കര ആൾക്കൂട്ടമുണ്ടായിരുന്നു. ടച്ച് ചെയ്തത് in the 5 senses-ലല്ല, ടച്ച് ചെയ്തത് 6th സെൻസിലാണ്. ഹലോ, പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? The people, that lady, that രക്തസ്രാവ സ്ത്രീ യേശുവിനെ സ്പർശിച്ചത് 6th സെൻസിലാണ്. In faith she touched him. പ്രിയപ്പെട്ട, ഇന്ന് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ മറ്റ് 5 ഇന്ദ്രിയ അതിൽ നമ്മൾക്ക് യേശുവിനെ കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും സാരമില്ല, പക്ഷെ നിങ്ങൾ 6ാമത്തെ സെൻസിൽ യേശുവിനെ കണ്ടാൽ മതി. ഓ ഹല്ലേലൂയ. 6ാമത്തെ സെൻസിൽ നിങ്ങൾ യേശുവിനെ കണ്ടാൽ the power will flow out and you will be healed. നിങ്ങൾക്ക് എന്താണ് ആവശ്യം അത് ചെയ്ത് അത് ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും. കാരണം ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട്. ഒരു കണ്ണ് കാണാത്ത ഒരു കുരുടൻ അവിടെ ചെന്നപ്പോൾ യേശു ചോദിച്ചു, ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടതെന്ന് നീ ആഗ്രഹിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, God is a God who wants to give the desires of your heart. അതാണ് സങ്കീർത്തനത്തിൽ പറഞ്ഞത്. God is a God who wants to give the desires of your heart. നമ്മളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളൊക്കെ നിറവേറുവാൻ കഴിവുള്ള ദൈവമാണ്, അതിന് താല്പര്യമുള്ള ദൈവമാണ്. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ ആ ദൈവത്തെ എങ്ങനെയാണ് ദൈവത്തെ സ്പർശിക്കേണ്ടത്? 6ാമത്തെ സെൻസിൽ, ഫെയ്ത്ത്, ഇൻ ദ സെൻസ് ഓഫ് ഫെയ്ത്തിൽ വേണം. അപ്പോൾ മാത്രമേ നമുക്ക് ഫലം ഉണ്ടാകുകയുള്ളൂ. ഹല്ലേലൂയ. പിന്നെ നമുക്കറിയാം, അങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ ആ ശക്തി നമ്മൾ പ്രവർത്തിക്കാതെ ഇരിക്കേണ്ട ഒരു സാഹചര്യം എപ്പോഴാണ്? ഇരിക്കാതെ വരുന്ന സാഹചര്യം എപ്പോഴാണ്? നമ്മൾ അവിശ്വാസത്താൽ നമ്മൾ വചനം വായിക്കുകയും ദൈവത്തെ സ്പർശിക്കുകയാണെങ്കിൽ. അവിശ്വാസമാണ് ശക്തിയെ ബ്ലോക്ക് ചെയ്യുന്നത്. അൺബിലീഫ് ബ്ലോക്സ് ദ ബ്ലെസ്സിങ്സ്. അൺബിലീഫ് ബ്ലോക്സ് ദി power of God flowing. It is like, നമുക്കറിയാം, ഒരു പൈപ്പിലൂടെ പോവുകയാണെങ്കിൽ അവിടെ വലിയൊരു പാറക്കല്ലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെള്ളം ഒഴുകി വരികയില്ല. അത് എന്താണ്? ആ അവിശ്വാസത്തിൻ്റെ ആ പാറക്കെട്ടാണ്. അത് നമ്മൾ തകർക്കണം. അത് തകർത്ത് ആ ഫ്രീ ഫ്ലോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൻ്റെ ആ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്സും ഹീലിങ്സും ഡെലിവറൻസ്, റിസ്റ്റോറേഷൻ, സൗഖ്യവും വിടുതലും വീണ്ടെടുപ്പും എല്ലാം ദൈവത്തിൻ്റെ വചനത്തിലൂടെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കാരണം എന്താണ്? നമുക്ക് മനസ്സിലാക്കണം, 3 ലേഖനം, യോഹന്നാന്റെ ലേഖനം 3-ാമത്തെ ലേഖനം 2-ാമത്തെ വചനം വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഒന്ന് വായിക്കുക സിസ്റ്റർ. 3 John 2. There's prosperity in every area of your life. Prosperity in every area of your life. വാത്സല്യഭാജനമേ, നിന്റെ ആത്മാവ് ക്ഷേമത്തിലായിരിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യമുണ്ടാകട്ടെ എന്നും നീ ആരോഗ്യവാനായിരിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവം ആഗ്രഹിക്കുന്നത് ഇസ് എ ഫുൾനെസ് ഓഫ് ലൈഫ്. യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 10-ാമത്തെ വചനം എന്ന് പറയുന്നത്, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ തരുവാനും അത് സമൃദ്ധമായി തരുവാൻ. ഐ കം ടു ഗിവ് യു ലൈഫ് ആൻഡ് ലൈഫ് ഇൻ ഓൾ ഇറ്റ്സ് അബണ്ടൻസ്. ഹല്ലേലൂയ. നമുക്ക് എന്തൊക്കെ മേഖലയിൽ ജീവനുണ്ട്? നമ്മുടെ ശരീരത്തിന് ജീവനില്ലേ? ആത്മാവിന് ജീവനില്ലേ? അപ്പോൾ ദൈവം when he says I come to give you life, God is saying I come to give you life, abundant of life in your physical life and in your spiritual life also.
എല്ലാ മേഖലയിലും അബണ്ടൻസ് തരുവാനാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഫിലിപ്പിയർക്കുള്ള ലേഖനം 4-19 വചനത്തിൽ മൈ ഗോഡ് ഷൽ സപ്ലൈ ഓൾ യുവർ നീഡ്. സേ ഓൾ മൈ നീഡ്. ഓ ഹല്ലേലൂയ. ദെർ ഇസ് നോ just spiritual need or only physical need or only the need of the soul. God wants to give you an abundance in every area of your life. എല്ലാ മേഖലയിലും ഒരു സമൃദ്ധി തരുവാനാണ് ദൈവത്തിന് ആഗ്രഹിക്കുന്നത്. പിന്നെ നമുക്കറിയാം ഈ മാനിഫെസ്റ്റേഷൻ, ഹല്ലേലൂയ, ഈ ഫിസിക്കൽ റെൽം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് നമ്മൾക്ക് അത് പ്രായോഗികമായി അത് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ വിശ്വാസത്തിൻ്റെ അന്തരീക്ഷത്തിൽ മാത്രമേ പറ്റുകയുള്ളൂ. കാരണം എന്താണ്? മത്തായിയുടെ സുവിശേഷം 8-13 വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വചനങ്ങൾ മനസ്സിലാക്കുകയും എങ്ങനെയാണ് വചനത്തിലുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കാൻ പറ്റുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇറ്റ് ഇസ് എ കീ. കാരണം ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് അനുഗ്രഹങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കി അത് പ്രാപിക്കണം എന്നുണ്ടെങ്കിൽ വചനം തന്നെ പറയുന്നുണ്ട്, അവിടെ ഒന്നും ഒളിച്ചു വെച്ചിട്ടില്ല, എല്ലാം തുറന്നാണ് കാണിച്ചിരിക്കുന്നത്. നമ്മളത് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിച്ചാൽ ചെയ്താൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വാഗ്ദാനം വിശ്വസിക്കാൻ കൊള്ളുന്നതാണോ? ആണോ? എങ്കിൽ തീർച്ചയായിട്ടും ഈ വചനം അനുസരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ഭാവി നിശ്ചയിക്കാൻ പറ്റും. കാരണം ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ആ അനുഗ്രഹങ്ങൾക്ക് ഇവിടെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനുള്ള ആ കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കുവാൻ പറ്റും. ഒന്ന് വായിക്കാം, മത്തായിയുടെ സുവിശേഷം 8-13 വചനം. യേശു ശതാധിപനോട് പറഞ്ഞു, പോയിക്കൊള്ളുക, നീ വിശ്വസിച്ച പോലെ നിനക്ക് ഭവിക്കട്ടെ. ഹല്ലേലൂയ. നീ വിശ്വസിച്ചനുസരിച്ച് നിനക്ക് ഭവിക്കട്ടെ. ആ സമയത്ത് തന്നെ ഭൃത്യൻ സുഖം പ്രാപിച്ചു. പ്രിയപ്പെട്ടവരെ, വിശ്വസിച്ചാൽ മാത്രം മതി. നമ്മൾ വിശ്വസിക്കുക അനുസരിച്ച് നമ്മൾക്ക് സംഭവിക്കും. ആരൊക്കെ വിശ്വസിക്കുന്നത്? ഹല്ലേലൂയ. പിന്നെ മർക്കോസിന്റെ സുവിശേഷം 9-23 വചനം ഒന്ന് വായിക്കാവോ? മർക്കോസ് 9:23. യേശു പറഞ്ഞു, കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. ഒന്നുകൂടെ വായിച്ച ശരിക്കും. യേശു പറഞ്ഞു, കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. ഏതൊക്കെ കാര്യങ്ങളാ? എല്ലാ കാര്യങ്ങളും. എന്ത് സംഭവിക്കും? വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ this is the key. Faith unlocks the blessings of God. Faith unlocks the power of God in your life. അപ്പോൾ നമ്മൾ നിസ്സഹായരായിട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നില്ല. ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്ത ആ വചനം നമുക്ക് അതിൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ പറ്റാത്തത് വിശ്വാസത്തിൻ്റെ അന്തരീക്ഷത്തിൽ അല്ലാത്തത് കൊണ്ടാണ്. ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ഈ അവിശ്വാസം എന്ന് പറഞ്ഞ ആ സൂക്കേട് എല്ലാവർക്കും ഉള്ളതാണ്. അവിശ്വാസമുള്ളത് നമുക്കറിയാം. യേശു ക്രിസ്തുവിൻ്റെ കൂടെ ഒട്ടിപ്പറ്റി നിന്ന ആ ശിഷ്യന്മാരുടെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. ഒന്ന് വായിക്കാം, മർക്കോസിൻ്റെ സുവിശേഷം 6-30 വരെ വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ എന്താണ് എന്നറിയാമോ അവിടെ സംഭവിച്ചത്? അവിടെ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ വചനം ജനങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞ് ജനം വിശന്നിരുന്നപ്പോൾ യേശു ക്രിസ്തു അവിടെ ഒരു വലിയൊരു അത്ഭുതം പ്രവർത്തിച്ചു. ഒന്ന് വായിക്കാം, പെട്ടെന്ന് വായിക്കുക. 30 തുടങ്ങിയോ? അപ്പോസ്തലന്മാർ യേശുവിന്റെ അടുത്ത് ഒരുമിച്ച് കൂടി തങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതും അറിയിച്ചു. അനേകം ആളുകൾ അവിടെ വരികയും പോവുകയും ചെയ്തിരുന്നു. ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് ഒഴിവ് കിട്ടിയിരുന്നില്ല. അതിനാൽ അവൻ പറഞ്ഞു, നിങ്ങൾ ഒരു വിജന സ്ഥലത്തേക്ക് വരുവിൻ, അല്പം വിശ്രമിക്കാം. അവർ വഞ്ചിയിൽ കയറി ഒരു വിജന സ്ഥലത്തേക്ക് പോയി. പലരും അവരെ കാണുകയും തിരിച്ചറിയുകയും ചെയ്തു. എല്ലാ പട്ടണങ്ങളിൽ നിന്നും ജനങ്ങൾ കരവഴി ഓടി അവർക്ക് മുമ്പേ അവിടെ എത്തി. അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയൊരു ജനക്കൂട്ടത്തെ കണ്ടു. അവരോട് അവന് അനുകമ്പ തോന്നി, കാരണം അവർ ഇടയനില്ലാത്ത ആട്ടിൻപറ്റം പോലെ ആയിരുന്നു. അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി. നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇതൊരു വിജന പ്രദേശമാണല്ലോ, സമയവും വൈകിയിരിക്കുന്നു. ചുറ്റുമുള്ള നാട്ടിൻപുറങ്ങളിലും ഗ്രാമങ്ങളിലും ചെന്ന് എന്തെങ്കിലും വാങ്ങി ഭക്ഷിക്കുവാൻ അവരെ പറഞ്ഞയക്കുക. അവൻ പ്രതിവചിച്ചു, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കുവാൻ കൊടുക്കുവിൻ. അവർ പറഞ്ഞു, ഞങ്ങൾ ചെന്ന് 200 ധനാറയ്ക്ക് അപ്പം വാങ്ങിക്കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കട്ടെയോ? അവൻ ചോദിച്ചു, നിങ്ങളുടെ കൈവശം എത്ര അപ്പമുണ്ട്? ചെന്ന് നോക്കുവിൻ. അവർ ചെന്ന് നോക്കിയിട്ട് പറഞ്ഞു, 5 അപ്പവും 2 മീനും. പുൽത്തകിടിയിൽ കൂട്ടം കൂട്ടമായി ഇരിക്കാൻ അവൻ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. 100ഉം 50ഉം വീതമുള്ള കൂട്ടങ്ങളായി അവർ ഇരുന്നു. അവൻ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അപ്പം മുറിച്ചതിന് ശേഷം ജനങ്ങൾക്ക് വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു.
ആ 2 മീനും അവൻ എല്ലാവർക്കുമായി വിഭജിച്ചു. അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന അപ്പക്കഷ്ണങ്ങളും മീനും 12 കുട്ടം നിറയെ അവർ ശേഖരിച്ചു. അപ്പം ഭക്ഷിച്ചവർ 5000 പുരുഷന്മാരായിരുന്നു. ആരാണ് അപ്പവും മീനും വിതരണം ചെയ്തത്? അപ്പോസ്തലന്മാര്. ആരാണ്? ശിഷ്യന്മാര് അല്ലേ? അപ്പൊ ആ അത്ഭുതം അവര് കണ്ടിരുന്നോ? കണ്ടു. അതുകൊണ്ട് അത് വിശ്വസിക്കാൻ പറ്റുമായിരുന്നോ? ശിഷ്യന്മാർക്ക് പറ്റുമായിരുന്നു. അത് കണ്ടതാ. 52-ാമത്തെ 11 വായിച്ചേ. അപ്പോൾ കാറ്റ് ശമിച്ചു. അവർ ആശ്ചര്യഭരിതരായി, കാരണം അപ്പത്തെക്കുറിച്ച് അവർ ഗ്രഹിച്ചിരുന്നില്ല. അവരുടെ ഹൃദയം മന്ദീഭവിച്ചിരുന്നു. അവരല്ലേ വിതരണം ചെയ്തേ? അതെ. ദൈവത്തിന്റെ വചനം പറയുന്നത്, for they had not understood about the loaves because their heart was hardened.